കോഴിക്കോട് ജില്ലയിലെ മനോഹരമായൊരു കുന്നിൻമുകളിൽ സ്ഥിതിചെയ്യുന്ന പ്രസിദ്ധമായ സുബ്രഹ്മണ്യക്ഷേത്രമാണ് മേൽപ്പഴനി മുരുകൻ ക്ഷേത്രം. തമിഴ്നാട്ടിലെ പഴനി ക്ഷേത്രത്തിന്റെ അതേ മാതൃകയിൽ നിർമ്മിക്കപ്പെട്ടതിനാലാണ് ഇതിന് മേൽപ്പഴനി എന്ന പേര് ലഭിച്ചത്. കോഴിക്കോട് നഗരത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ മാറി വെള്ളിപ്പറമ്പ് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം. പഴനിയിലെ ദണ്ഡായുധപാണി ക്ഷേത്രത്തിന്റെ അതേ അളവുകളിലും പടിഞ്ഞാറ് ദർശനമായുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ജ്ഞാനദണ്ഡായുധപാണിയാണ് പ്രധാന പ്രതിഷ്ഠ. കൂടാതെ ഗണപതി, ശിവൻ, ഭഗവതി, നാഗദൈവങ്ങൾ എന്നീ ഉപദേവതകളുമുണ്ട്. ഈ അമ്പലത്തിന്റെ ചരിത്രവും ഐതിഹ്യവും നോക്കിയാൽ പണ്ടുകാലത്ത് മയിലുകൾ നൃത്തം ചെയ്തിരുന്ന കുന്നായതിനാലാണ് ഈ സ്ഥലത്തിന് മയിലാടും കുന്ന് എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു. മഹർഷിമാർ തപസ് ചെയ്തിരുന്ന പുണ്യഭൂമിയാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീ ശരവണബാബയുടെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. തമിഴ് ആചാരപ്രകാരമുള്ള പൂജാവിധികളാണ് ഇവിടെ പിന്തുടരുന്നത്. കുന്നിൻമുകളിലായതിനാൽ കോഴിക്കോട് നഗരത്തിന്റെ മനോഹരമായ കാഴ്ച ഇവിടെ നിന്ന് ലഭിക്കും. ക്ഷേത്രത്തിലേക്ക് നടന്നു കയറാൻ പടവുകളുണ്ട്. പ്രായമായവർക്കും മറ്റും മുകളിലേക്കെത്താൻ വാഹനസൗകര്യവും ലഭ്യമാണ്. തൈപ്പൂയം, സ്കന്ദഷഷ്ഠി എന്നിവയാണ് ഇവിടത്തെ പ്രധാന ആഘോഷങ്ങൾ. ഈ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള കാവടിയാട്ടവും അന്നദാനവും നടക്കാറുണ്ട്. പഴനിയിലെ ദണ്ഡായുധപാണി ക്ഷേത്രത്തിന്റെ അതേ മാതൃകയിൽ നിർമ്മിക്കപ്പെട്ട കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. സാധാരണ മുരുകൻ ക്ഷേത്രങ്ങൾ കിഴക്കോട്ട് ദർശനമായാണ് കാണാറുള്ളതെങ്കിലും ഇവിടത്തെ പ്രതിഷ്ഠ പടിഞ്ഞാറ് ദർശനമായാണ്. ഇത് ഭക്തർക്ക് പ്രത്യേക അനുഗ്രഹം നൽകുന്നതായി വിശ്വസിക്കപ്പെടുന്നു. തമിഴ് ശൈലിയിലുള്ള ഗോപുരങ്ങളും ശില്പകലകളും ക്ഷേത്രത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു. കുന്നിൻമുകളിലെ ശാന്തമായ അന്തരീക്ഷം ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും വളരെ അനുയോജ്യമാണ്. മുരുകൻ ക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാടുകളെല്ലാം ഇവിടെയും നടത്താറുണ്ട്. ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളിലൊന്നാണ് ഇവിടെ പാലഭിഷേകം. ഇവിടെയും പഴനിയിലെ പോലെ തന്നെ പഞ്ചാമൃതം പ്രസാദമായി ലഭിക്കുന്നു. എല്ലാ മാസവും വരുന്ന ഷഷ്ഠി ദിവസങ്ങളിൽ പ്രത്യേക പൂജകളും ഭക്തജനത്തിരക്കുമുണ്ടാകാറുണ്ട്. മേൽപ്പഴനിയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് തൈപ്പൂയം. അന്നേ ദിവസം ആയിരക്കണക്കിന് ഭക്തർ കാവടിയേന്തി ക്ഷേത്രത്തിലേക്കെത്താറുണ്ട്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാവടി ഘോഷയാത്രകൾ ഇവിടെ സംഗമിക്കുന്നു. 6 ദിവസം നീണ്ടുനിൽക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളും സൂര്യസംഹാരവും ഭക്തിപൂർവ്വം ആഘോഷിക്കുന്നു. പഴനിയിലെ അതേ അളവുകൾ പകർത്തിയാണ് ഇവിടത്തെ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ വലിയ ക്ഷേത്രങ്ങളിലെന്ന പോലെ അതിമനോഹരമായ ഒരു സ്വർണ്ണ കൊടിമരം ഇവിടെയുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രധാന ഘടന കേരളീയ വാസ്തുവിദ്യയിലാണെങ്കിലും ഗോപുരങ്ങളിലെ ശില്പങ്ങൾ തമിഴ് ക്ഷേത്രകലയെ അനുസ്മരിപ്പിക്കുന്നു. ഭക്തിക്കപ്പുറം പ്രകൃതിസ്നേഹികളെയും ഇവിടം ആകർഷിക്കുന്നു. കുന്നിൻമുകളിൽ നിന്ന് നോക്കിയാൽ കോഴിക്കോട് നഗരത്തിന്റെ ഒരു പാനോറമിക് കാഴ്ച ലഭിക്കും. വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇരിക്കുന്നത് വലിയൊരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒന്നാണ്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പുണ്യമായി കരുതപ്പെടുന്നത് ദിവസേന നടക്കുന്ന അന്നദാനമാണ്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യ നൽകാറുണ്ട്. മുരുകൻ ജ്ഞാനപണ്ഡിതനായതുകൊണ്ടുതന്നെ പരീക്ഷാസമയത്തും വിദ്യാരംഭസമയത്തും ധാരാളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇവിടെ എത്താറുണ്ട്. ബുദ്ധിയും വിദ്യയും വർദ്ധിക്കാൻ മുരുകന്റെ അനുഗ്രഹം തേടുന്നത് ഇവിടത്തെ ഒരു പ്രധാന വിശ്വാസമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് റോഡിലൂടെ വെള്ളിപ്പറമ്പ് സ്റ്റോപ്പിലിറങ്ങി ക്ഷേത്രത്തിലേക്കെത്താം. കുന്നിൻമുകളിലേക്ക് നടന്നു കയറാൻ താൽപ്പര്യമുള്ളവർക്ക് പടവുകൾ ഉപയോഗിക്കാം. അല്ലാത്തവർക്ക് റോഡ് മാർഗവും മുകളിലെത്താം. ക്ഷേത്രത്തിന്റെ പുറംഭാഗത്തെ കാഴ്ചകൾ പകർത്താൻ അനുവദമുണ്ടെങ്കിലും ശ്രീകോവിലിനുള്ളിൽ ഫോട്ടോ എടുക്കുന്നത് കർശനമായി നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രസമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 8:30 മണി വരെയുമാണ്.